പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നേനാമല ചന്തയിലെ വീഡിയോ ആണ്. സബ്സ്ക്രൈബറുണ്ട് വയനാട്ടിൽ നിന്ന്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് അവർ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് 3-ാമത്തെ ആഴ്ചയാണ് അവർ വന്നത്. അപ്പോൾ നമ്മൾ ചന്തയ്ക്കകത്ത് വന്ന് പോത്തുകുട്ടികളൊക്കെ പോകുന്നുണ്ട്. അവർക്ക് പോത്തുകുട്ടിയല്ല ആവശ്യം, അവർക്ക് മീറ്റ് ആവശ്യത്തിനുള്ള മാടാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചന്തയിൽ ഫസ്റ്റ് കയറിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് പോകുന്നതേ ഉള്ളൂ. നമ്മളിനി ചന്തയുടെ ലാസ്റ്റ് ലോഡ് ഇറക്കുന്ന അവിടെ വന്നിരിക്കുകയാണ്. അവിടെയാണ് വലിയ പശുക്കളും മൂരികളും വലിയ പോത്തുകളും കാള എരുമയൊക്കെ വന്ന് ലോഡ് ഇറങ്ങുന്നത്. ഇവിടെയൊക്കെ ഒരു നിൽപ്പുണ്ട്. 32 രൂപ ചോദിക്കുന്ന സാധനം ഉണ്ടാകും. അവിടെ നിൽപ്പുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ 4 മണി മുതലാണ് ഇവിടെ ചന്ത. നോമ്പായുണ്ട്. പിന്നെ അത്താഴം കഴിച്ചിട്ടാണ് ചന്തയിൽ കയറിയത്. മാട് വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച മാട് കുറവായിരുന്നു. ഈ ആഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച അല്പം വില കൂടുതലുമായിരുന്നു. ഈ ആഴ്ച ഇനി എന്താണെന്ന് അറിയില്ല. എന്തായാലും 2-3 കന്നുകളെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ചന്തയിലെത്തിയില്ലായിരുന്നു. ഏജൻ്റ് തന്നെ വാങ്ങി കിട്ടിയായിരുന്നു. മോരിക്കുട്ടിയെ വല്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോരിയല്ല, പശുക്കുട്ടിയാണത്. പൈക്കുട്ടി. $23,000 രൂപ ചോദിക്കുന്നുണ്ട്. 23,000 രൂപ. ഒരു 10-11 രൂപ വരെയൊക്കെ പറഞ്ഞ് വളർത്താൻ പറ്റിയ നല്ലൊരു പൈക്കുട്ടി തന്നെയാണ്. 23 രൂപ ചോദിക്കുന്നുണ്ട്. ഒരു 10-70-75 കിലോ മീറ്റ് വരും. അവരൊക്കെ നാട്ടിലെ വെട്ടനുസരിച്ചാണെങ്കിൽ മൊത്തം ഒരു 80 കിലോ 85 കിലോ ഒക്കെ വെട്ടാൻ വരും. കാരണം എല്ലാ സൈതുമാണ് അവർ വെട്ട് ചേർക്കുന്നത്. നമ്മളെ ഏരിയയിലൊക്കെ മീറ്റ് മാത്രമായതുകൊണ്ട് ആ പൈസയ്ക്ക് മേടിച്ചാൽ മുതലാവില്ല. അത് 18 രൂപയൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ്. പറഞ്ഞ് വേണ്ട. നല്ലൊരു സൂപ്പർ ഒരു പോത്തുംകുട്ടി വന്നിട്ടുണ്ട്. 23 രൂപ ചോദിക്കുന്നുണ്ട്. നല്ല അടിപൊളി കൊമ്പും തലയൊക്കെ നല്ല കിടിലം വൃത്തിയുള്ള ഒരു പോത്തുംകുട്ടി തന്നെയാണ്. 23 രൂപ ചോദിക്കുന്നുണ്ട്. അന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരു ചുവന്ന മറയൊക്കെ കെട്ടി അടിപൊളിയാവും. ഇവിടെ ഒരെണ്ണത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 19 രൂപ വേണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു 3 മുരിക്കുട്ടികൾ നിൽപ്പുണ്ട്. 18 രൂപ ചോദിക്കുന്നുണ്ട്. 6,000 മേനി വെച്ച് ചോദിക്കുന്നുണ്ട്. നമ്മളതിന് വലിയ താല്പര്യം കാണിച്ചില്ല. മുരിക്കുട്ടികളും പൈക്കുട്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട് ലോഡ്. വലിയ പശു ഇവിടെ നിൽപ്പുണ്ട്. ഇടക്കറവ് പശുക്കളൊക്കെ ഒരുപാട് ചന്തയിൽ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഈ ഒരു മൂരിക്കുട്ടനെ വാങ്ങിയിരിക്കുകയാണ്. അതിന് 19 രൂപയാണ് ചോദിച്ചത്. നമ്മൾ 11,500-ന് വാങ്ങിയതിനെ. പശുക്കൾ നിൽപ്പുണ്ട്. കറവ പശു, ഇടക്കറവ പശുക്കളൊക്കെ നിൽപ്പുണ്ട്. കറവ പറ്റിയ പശുക്കളൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഒരുപാട് പശുക്കൾ നിൽപ്പുണ്ട്. കന്നാലി ഇറങ്ങുന്നതേ ഉള്ളൂ. ഇപ്പം 5-5:15 കന്നാലി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ചന്തയിൽ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല വിലക്കുറവാകാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു മുരിക്കുട്ടി അവിടെ കൊണ്ട് 10 രൂപ ചോദിക്കുന്നു. 10,500 അവർ ചോദിച്ചത്. 5 രൂപ പറഞ്ഞ് 8 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ നിൽക്കുന്ന 4-5-6 എണ്ണം നമ്മൾ വാങ്ങിയതാണ്. ആ ചുവപ്പ് അങ്ങേറ്റ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നിൽക്കുന്നതെല്ലാം നമ്മൾ വാങ്ങിയതാണ്. ഇതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. കച്ചവടം എന്ന് പറയുമ്പോൾ ടപ്പ എന്നുള്ള കച്ചവടമാണ് നടക്കുന്നത്.
ഇതൊക്കെ വേറെ പാർട്ടികൾ വാങ്ങി കെട്ടിയിരിക്കുന്നതാണ്. നല്ല മുരികുട്ടികളൊക്കെ ഉണ്ട്, വളർത്താൻ പറ്റിയ നല്ല മുരികുട്ടികളൊക്കെ ഈ ഭാഗത്ത് വാങ്ങി കെട്ടിയിട്ടുണ്ട്. മുരികുട്ടിയും പൈക്കുട്ടിയൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം കന്ന് വന്നിട്ടുണ്ട് ചന്തയിൽ. കഴിഞ്ഞ ആഴ്ചത്തെ കാട്ടിയും കുറച്ചുകൂടെ കന്നുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോകാൻ വീണ്ടും 8 വാങ്ങിയിട്ടുണ്ട് ഈ സമയം വരെ. നമ്മൾ ഇനി വാങ്ങണം. കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് മാടുകളെ വാങ്ങാനായിട്ട്. റെഗുലർ കസ്റ്റമർ അല്ലാതെ പുതിയ പുതിയ ആളുകളൊക്കെ ചന്തയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പശുക്കളായിരിക്കുന്നത് 2 രൂപ 35 രൂപ ചോദിക്കുന്നുണ്ട്. 35 രൂപയാണ് 2 കൂടി ചോദിക്കുന്നത്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. അവർ കച്ചവടത്തിന് ആയതുകൊണ്ടാണ്, വാങ്ങുന്നത് കൊണ്ടാണ് ഞാൻ ഈ അത്യാവശ്യം വില പറയാത്തത്. നമ്മൾ വാങ്ങുന്ന വില പറയാത്തത്. അവർ ചോദിക്കുന്ന വില മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അവരെ കച്ചവടത്തിനെ ബാധിക്കും. നമ്മൾ സബ്സ്ക്രൈബറൊക്കെ വയനാട് ആ ഭാഗത്തൊക്കെയുള്ള ഒരുപാട് പേര് വീഡിയോ കാണുന്നതാണ്. അതുകൊണ്ടാണ് അവർ വാങ്ങുന്ന വില പറയാതെ അവർ ചോദിക്കുന്ന എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അത് ആര് വന്നാലും ഞാൻ അവരുടെ ചോദിച്ചിട്ട് നമ്മൾ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തത്തുള്ളൂ. അവർക്ക് വിഷയമില്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന വില പറയും. നല്ല വളർത്താൻ പറ്റിയ മൂരികളൊക്കെ നിൽക്കുന്നുണ്ട്. കുറേയൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല, രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. അത്യാവശ്യം നമ്മൾ വില പറഞ്ഞ് പോകുന്നത് മാത്രം നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തി പോകുന്നതേ ഉള്ളൂ. മാസ്ക് ഇട്ടേക്കുന്നതുകൊണ്ട് സംസാരത്തിലും വ്യത്യാസം വരും. കാരണം നല്ല പൊടിയാണ് ചന്തയ്ക്കകത്ത്. കഴിഞ്ഞ ആഴ്ച പെട്ടുപോയി. അതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ ചന്തയിൽ വന്ന് മാസ്ക് വാങ്ങിയിട്ടാണ് ചന്തയ്ക്കകത്ത് കയറിയത്. അങ്ങനെ ഇവരെ 2 പേരെയും കൂടി നമ്മൾ വാങ്ങിയിരിക്കാൻ. അല്ല, ഈ ഒരു പശുക്രാവാണ്. ഏകദേശം 1 വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ഒരു പശുവിനെ വാങ്ങിയിട്ടുണ്ട്. ഏഴ് 8 ആയി. വീണ്ടും 9 ആയിട്ടുണ്ട്. ഒരു 3-4 കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെറിയ വണ്ടിക്കുള്ള ലോഡായി. പിന്നെ കുറച്ച് ഇടക്കറവ് പശുക്കളെ വേണമെന്നും പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെക്കകത്തോട്ട് പോയി ഇതിനൊക്കെ നമ്മൾ വില പറഞ്ഞ് ഒരു വ്യക്തി അടുക്കുന്നില്ല. രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് നമ്മൾ വില പറഞ്ഞിട്ട് പോയ സാധനമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞതിൽ മേളിലോട്ട് ആരും പറഞ്ഞിട്ടുമില്ല. ഏകദേശം കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. കയറൊക്കെ പിടിച്ച് വലിച്ച് ചിലപ്പോൾ ഒരു 500 രൂപയുടെ മാറിക്കഴിഞ്ഞാൽ അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 500 രൂപ വ്യത്യാസത്തിലാണ് തോന്നുന്നത് അത് നിൽക്കുന്നത്. കച്ചവടം നടക്കുന്ന ഒരു ഇതില്ല. ഒരു പശുവിനെ കൂടി വാങ്ങിയിരിക്കുകയാണ്.
കേറില്ല അതോട്ട് കയറി. ഇന്നിച്ചിരി വില കന്നാലികൾ വാങ്ങാൻ വലിയ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ അത്ര കടുംപിടുത്തം ഇല്ലെന്ന് തോന്നുന്നു. ഇത്രയും നേരം നമ്മൾ ചന്തയിലേക്ക് ഇറങ്ങി കന്നാലി വാങ്ങിച്ചപ്പോഴുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച അടുക്കാൻ പറ്റാത്തൊരു വിലയായിരുന്നു. കന്നാലി കുറവായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഈ ആഴ്ച പക്ഷേ അല്ല, വാങ്ങാൻ പറ്റുന്നുണ്ട്, മുതൽ എടുക്കാൻ പറ്റും നമ്മൾ കന്നാലി വാങ്ങിയ. അങ്ങനെ നേരം വെളുത്തു, 6:30 മണി കഴിഞ്ഞു. ഏകദേശം നമ്മളൊരു 10-14 മാട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു ഏഷ്യർ വിളിച്ച് പോകാമെന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ്. 5-6 കറവ പശുക്കൾ കൂടെ വാങ്ങി എല്ലാം കൂടെ കൊണ്ടുപോകാമെന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. പിന്നെ വീണ്ടും നമ്മൾ ചന്തയിലേക്ക് വീണ്ടും പോവുകയാണ്. പശുക്കളെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച്. ഇൻഷാല്ലാഹ് ഒരു 10-20-25 എണ്ണത്തിനടുത്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മളിപ്പോൾ വാങ്ങിയ ഒരു 13-14 എണ്ണം ഉണ്ട്. ഒരു 5-6 പശുക്കളെ വാങ്ങിയ എല്ലായിടം കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. നല്ല കറവുള്ള പശുക്കളാണ് അവിടെ നിന്നത്. കാള നിൽപ്പുണ്ട്, ജല്ലിക്കെട്ടും അല്ലാത്ത സൈസ് കാളകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. വണ്ടി കാളയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ലോഡ് വലിക്കുന്ന. എൻ്റെ ഏകദേശം ഒതുങ്ങി. ആളുടെ പല്ലൊക്കെ പിടിച്ച് പോകുന്നത്. ഇവിടെ ഡബിൾ കയറിലിരിക്കുന്ന ഒരു ജല്ലിക്കെട്ട് സൈസ് കാള കൊണ്ട് വണ്ടിയിൽ ഒരെണ്ണത്തിന് ഇറക്കാൻ വേണ്ടി നോക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം. അവർ ഇറക്കി കൊണ്ടുവരുന്നത് നല്ല വലിക്കുന്നുണ്ട്, എന്നിട്ട് അവർ ഇറങ്ങുന്നില്ല. അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. പശു അതിൻ്റെ കുട്ടി വലിയൊരു പോത്ത്, വരവ് പോത്താണ്. കാണുമ്പോഴേ അറിയാം അവിടെ കണ്ടെത്തി കിടന്ന് പൂട്ടി അതിൻ്റെ ഊപ്പാട് വന്ന പോത്താണ്. അതൊക്കെ ഒരുപാട് കന്നാലികളെ വാങ്ങി കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കന്നാലികളെ വാങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെയായിരുന്നു നമ്മൾ രാവിലെ വന്ന് കന്നാലികളൊക്കെ മേടിച്ചിട്ട് പോയത്. ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് കന്നാലികൾ കുറവ്. നിൽക്കുന്നതിനൊക്കെ ഒടുക്കത്തെ വിലയും ചോദിക്കുന്നുണ്ട്. ഇതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിച്ചത് 16 രൂപയാണ്. 16 രൂപയാണ് ചോദിച്ചത്. നമ്മൾ 8 രൂപ വരെ പറഞ്ഞ് 500 പറഞ്ഞ്, എന്നിട്ട് തരുന്നില്ല. അവിടെ ഒരു ഗീറിൻ്റെ ഒരു പശു നിൽപ്പുണ്ട് ആ വണ്ടിയുടെ അടുത്ത്. കച്ചവടം നടക്കാൻ ചാൻസ് ഇല്ല. ഒരു 12 രൂപയാണെങ്കിലേ തരുള്ളെന്ന് പറഞ്ഞു. നമ്മൾ 8,500 പറഞ്ഞിട്ടുണ്ട്. 12 രൂപ കുറഞ്ഞ് തരൂലെന്നാണ് പറയുന്നത്. നമ്മളതിൻ്റെ കച്ചവടം വിട്ടിരിക്കുകയാണ്. എല്ലാം നല്ല പശുക്കൾ, പല്ലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് പ്രായം അറിയാൻ വേണ്ടി. 2 പല്ല് 4 പല്ല് എന്നൊക്കെ പറയുന്നുണ്ട് ഓരോന്നിന്. ഒരു എരുമക്കുട്ടി അവിടെ നിൽപ്പുണ്ട്. ജല്ലിക്കെട്ട് വണ്ടിയിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. തൂമിക്കുന്നുണ്ട്, ഡബിൾ കയറിൽ നിൽക്കുന്നുണ്ട്, വിഷയമില്ല. അല്ലെങ്കിൽ എല്ലാത്തിനും ഞോണ്ടും. കച്ചവടം കഴിഞ്ഞ ഒരുക്കളാണ്. 7 മണി കഴിഞ്ഞതേ ഉള്ളു. ചന്തയിൽ ഏകദേശം
കഴിഞ്ഞ ഒരു വലിയൊരു എരുമ ദാ ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ പശുക്കളെ തിരക്കാണ് വീണ്ടും വന്നിരിക്കുന്നത്. പശു അങ്ങനെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. ഏകദേശം കച്ചവടം ഉറച്ച മട്ടാണ്. വെറൈറ്റി കളർ പശു ഇവിടെ നിൽപ്പുണ്ട്. ഇങ്ങോട്ട് വന്ന പല സൈസില് പശുക്കളെ മുരികളൊക്കെ കാണാൻ പറ്റും. ഒരു എരുമയും മുരികൊട്ടനും കൂടെ രണ്ട് നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോത്തുകുട്ടികൾ നിൽക്കുന്നിടത്തോട്ട് വന്നിരിക്കുകയാണ്. പോത്തുകുട്ടികൾ ഇന്ന് കണ്ടമാനം വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് അധികം കച്ചവടം നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും ഒരുപാട് പോത്തുകുട്ടികൾ നിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോത്തുകുട്ടികളെല്ലാം കച്ചവടമായി തീർന്ന്. ഇന്ന് പോത്തുകുട്ടികൾ അങ്ങനെ ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ കുട്ടികൾ ഇനിയും നിൽപ്പുണ്ട് കച്ചവടത്തിനായിട്ട്. ഒരുപാട് കുട്ടികൾ നിൽപ്പുണ്ട്. സത്യത്തിലപ്പോൾ ഇന്ന് പോത്തുകുട്ടികൾ ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. ഇന്ന് രണ്ട് ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ കിടക്കുന്നു. ഇത് കച്ചവടമായ കുട്ടികളാണ്. ഇവിടെ ഈ ചുമന്ന മോറ കെട്ടിയിരിക്കുന്ന സെന്തിൽ കൊണ്ടുവരുന്ന കുട്ടികളാണ്. സെന്തിലിൻ്റെ കുട്ടികളെല്ലാം കച്ചവടമായെന്ന് തോന്നുന്നു. എല്ലാം അഴിച്ച് കെട്ടിയിരിക്കുന്നു. അപ്പോൾ കച്ചവടം കഴിഞ്ഞത് തന്നെയാണ് ഈ ഭാഗത്ത് കിടക്കുന്നതെല്ലാം. ബാക്കി പോത്തുകുട്ടികളെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. കച്ചവടം ആയിട്ടില്ല. ഒരുപാട് കുട്ടികൾ ആ ഭാഗത്ത് കച്ചവടത്തിനാണ്. ഇനി ഒരു 10-65 കുട്ടിയോളം നിൽക്കുന്ന എല്ലാം കച്ചവടത്തിന് കൊണ്ടുവന്നതാണ്. അപ്പോൾ പോത്തുകുട്ടി ഇന്ന് കച്ചവടം ഇല്ല. നല്ലൊരു മോരി, വലിയ മോരി ഇപ്പോൾ ആരോ വാങ്ങി അവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. 2 പശുവിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 പശുവിനും കൂടി 55 രൂപ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ പശുക്കളൊരു 6 എണ്ണം വാങ്ങിച്ച് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനിയും കന്നുകാലികളെ വാങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ വലിയ ഏഷ്യറിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10-22 കന്ന് കയറുമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ പശുവിനെ വാങ്ങിയിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ